ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം ഈ സഭയിൽ കടന്നു വരുവാൻ വലിയവനായ ദൈവം അടിൻ്റെ ജീവിതത്തിൽ ഇവിടെയാക്കിയ കൃപകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചന ചിന്തയോടുള്ള ബന്ധത്തിൽ അടിനെ ചിന്തിപ്പിച്ച ചില വാക്യങ്ങൾ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം അതിൻ്റെ 20-21 വാക്യങ്ങൾ. 2 തിമോഥെയോസ് 2-ാം അധ്യായം അതിൻ്റെ 20-21 വാക്യങ്ങൾ വായിക്കാം. എന്നാൽ ഒരു വലിയ വീട്ടിൽ പൊന്നും വെള്ളിയും കൊണ്ടുള്ള സാമാനങ്ങൾ മാത്രമല്ല, മരവും മണ്ണും കൊണ്ടുള്ളവയും ഉണ്ട്. ചിലത് മാന്യകാര്യത്തിനും ചിലത് ഹീനകാര്യത്തിനും ഉപയോഗിക്കുന്നു. ഇവയെ വിട്ടകന്നു തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥന് ഉപയോഗവുമായി നല്ല വേലയ്ക്ക് ഒക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രം ആയിരിക്കും. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ തിമോഥെയോസിന് എഴുതിയ ലേഖനം അപ്പോസ്തലനായ പൗലോസിനാൽ എഴുതപ്പെട്ടു. അപ്പോസ്തലനായ പൗലോസ് താൻ AD 66-67 കാലഘട്ടത്തിൽ ഇത് എഴുതപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അതുമാത്രമല്ല, താൻ രക്തസാക്ഷിത്വം വരിക്കുന്നതിന് അല്പം മുമ്പാണ് താൻ ഇത് എഴുതപ്പെട്ടത്. നാം ഈ ലേഖനത്തെക്കുറിച്ച് നോക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് തൻ്റെ വിശ്വാസത്തിൻ്റെ നിജപുത്രനായ തിമോഥെയോസിന് ഇത് എഴുതുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇത് തിമോഥെയോസിന് എഴുതുന്ന 2-ാം ലേഖനമായിട്ടൊക്കെയും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. നാം ഈ ലേഖനം മുഴുവനായി നോക്കുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ തിമോഥെയോസ് ആയിരിക്കുന്നത് എഫെസോസ് എന്ന സഭയിലാണ്. എഫെസോസ് സഭയെക്കുറിച്ച് നോക്കുമ്പോൾ അത് അക്വില പ്രിസ്കില്ല എന്ന ദമ്പതികൾ മുഖാന്തരം അവർ അവിടെ സുവിശേഷം അറിയിക്കുകയും, എന്നാൽ അത് ആത്മീകമായി വളരെ ഒരു ഫലപ്രദമായ ഒന്നല്ലായിരുന്നു. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് തൻ്റെ മിഷണറി യാത്രയോടുള്ള ബന്ധത്തിൽ താൻ എഫെസോസ് സന്ദർശിച്ചപ്പോൾ അവിടെ ആയിരിക്കുന്ന സന്ദർഭങ്ങൾ, അവിടെ ആയിരിക്കുന്ന സിറ്റുവേഷൻ താൻ മനസ്സിലാക്കുകയും അവിടെ താൻ പ്രവർത്തിക്കണമെന്ന് മനസ്സിലാക്കുകയും അവിടെ താൻ സുവിശേഷം അറിയിക്കുകയും അവർക്ക് പരിശുദ്ധാത്മാവ് എന്താണ്, അതുപോലെ സ്നാനം എന്താണ് എന്ന വ്യക്തമായ ഒരു അറിവില്ലായിരുന്നു. അതൊക്കെയും പൗലോസ് പഠിപ്പിക്കുകയും അവിടെ സഭ നല്ല ശക്തമായി സഭ സ്ഥാപിക്കുകയും ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. എന്നാൽ ആ സഭയിൽ വളരെ അധികമായ ദുരുപദേശങ്ങൾ കടന്നുകൂടുന്നതായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. നാം വായിച്ച വാക്യത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ അവിടെ അപ്പോസ്തലനായ പൗലോസ് ദൃഷ്ടാന്തത്തോടു കൂടിയാണ് തുടങ്ങുന്നത്. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു ഉടമസ്ഥനെ കാണുവാൻ കഴിയുന്നു, അതുപോലെ ഉടമസ്ഥന്റെ ആ ഭവനത്തെ കാണുവാനായിട്ട് സാധിക്കുന്നു. അതുപോലെ ആ ഭവനത്തിൽ സാമാനങ്ങളുണ്ട്. ആ സാമാനങ്ങൾ അഥവാ പാത്രങ്ങൾ നാം ഇവിടെ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഉടമസ്ഥന ആരാണെന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു, അത് കർത്താവായ യേശുക്രിസ്തുവിനോട് ഉപമിച്ചിരിക്കുന്നു. അതുപോലെ ആ ഭവനത്തെ നോക്കുകയാണെങ്കിൽ, ആ വീടിനെ നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് അത് ദൈവസഭയെ ഉദ്ദേശിച്ചിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. അതുപോലെ പാത്രങ്ങളെ നോക്കുകയാണെങ്കിലും അതും വിശ്വാസികളെ സൂചിപ്പിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. അതിലും നാം നോക്കുകയാണെങ്കിൽ അവിടെ 2 തരമായി തിരിച്ചിരിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. ആ പാത്രത്തിൽ നമുക്ക് ഇങ്ങനെയാണ് കാണുവാൻ കഴിയുന്നത്: പൊന്നും വെള്ളിയും കൊണ്ടുള്ള പാത്രങ്ങൾ, രണ്ടാമതായി നമുക്ക് കാണുവാൻ കഴിയുന്ന മരവും മണ്ണും കൊണ്ടുള്ള പാത്രങ്ങൾ. എന്താണ് ഈ പൊന്നും വെള്ളിയും കൊണ്ടുള്ള പാത്രങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നോക്കുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയുന്നത് അത് ആത്മീകരായ വിശ്വാസികളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ മണ്ണും മരവും കൊണ്ടുള്ള പാത്രങ്ങളെ കുറിച്ച് നോക്കുമ്പോൾ അത് ജഡീകരായ വിശ്വാസികളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതുമാത്രമല്ല, അത് ദുരുപദേശങ്ങൾ പറയുന്നവരെ, തെറ്റായ വചനങ്ങൾ പഠിപ്പിക്കുന്നവരെ അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ഈ വെള്ളിയും പൊന്നും കൊണ്ടുള്ള പാത്രങ്ങളുടെ പ്രത്യേകത അത് മാന്യകാര്യത്തിനും, അതുപോലെ മരവും മണ്ണും കൊണ്ടുള്ള പാത്രങ്ങൾ അത് ഹീനകാര്യത്തിനും ഉപയോഗിക്കുന്നതായിട്ട് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. അതായത് നമുക്ക് മൊത്തത്തിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു, വിശ്വാസികളായ നാം ഓരോരുത്തരും ദൈവസന്നിധിയിൽ മാന്യപാത്രങ്ങളായി തീരണമെന്നാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നാം 21-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ നമുക്കവിടെ ചില കാര്യങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. ഇവയെ വിട്ടകന്നു തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥന് ഉപയോഗവുമായി നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രം ആയിരിക്കും. ആദ്യം തന്നെ നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത് ഇവയെ വിട്ടകന്നു തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ. നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഇവയെ വിട്ടകന്നു, എന്തിനെയാണ് നാം വിട്ടകലേണ്ടത്? അത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന കാര്യം എന്തെന്നാൽ ഈ മരവും മണ്ണും കൊണ്ടുള്ള ആ പാത്രങ്ങളെ വിട്ടകരുന്നവരായിരിക്കണം എന്നാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അതായത്
ഈ എഫേസ്യ സഭയിൽ ആ പ്രദേശത്ത് 2 വ്യക്തികളുണ്ടായിരുന്നു, ഹുമനേസും ഫിലത്തോസും എന്ന 2 വ്യക്തികൾ. അവരുടെ പ്രത്യേകത, അവർ ദുരുപദേശങ്ങൾ പരത്തുന്നവരായിരുന്നു. അവർ ദുരുപദേശങ്ങൾ അങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ ഇങ്ങനെയൊക്കെ പറയുകയുണ്ടായി, പുനരുത്ഥാനം കഴിഞ്ഞിരിക്കുന്നുവെന്ന് പറയുകയും ഉണ്ടായി. അത് മുഖാന്തരം പലരുടെയും വിശ്വാസം അവർക്ക് എടുത്തു കളയുവാനായിട്ട് ഇടയായി, പലരും വിശ്വാസം ത്യാഗം ചെയ്യുവാനായിട്ട് ഇടയായതായിട്ട് നമുക്ക് ഈ അധ്യായത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. എന്നാൽ അങ്ങനെയുള്ളവരോട് കൂട്ടുകൂടാതെ, അങ്ങനെയുള്ളവരുടെ ഉപദേശം കൈക്കൊള്ളാതെ, അങ്ങനെയുള്ളവരോട് കൂടുതൽ അടുക്കാതെ മാറി നടന്നുകൊണ്ട് സത്യവചനം സംസാരിക്കണമെന്നാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിനോട് പറയുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്, ഇവയെ വിട്ടകലുക. എന്നാൽ എങ്ങനെയുള്ള പാത്രമായി തീരുമെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും നിർമ്മലവും ആണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കണം. നാം ഓരോരുത്തരും, നാം ഈ ലോകത്തിൽ നോക്കുമ്പോൾ ഇപ്പോഴും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് വളരെ ദുരുപദേശങ്ങൾ പരത്തുന്നവർ, ദുരുപദേശങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുന്നവർ ഈ ലോകത്ത് ഉണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ ചുറ്റുപാടും തന്നെ ഉണ്ട്. എന്നാൽ അവരോട് കൂടുതൽ അടുക്കാതെ, അവരുടെ ഉപദേശം കൈക്കൊള്ളാതെ, അവരുടെ ഉപദേശത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് നാം വചനം എന്താണോ നമ്മെ പഠിപ്പിക്കുന്നത് അതിൽ മാത്രം നാം നോക്കി ആ വചനം മാത്രം മുറുകെ പിടിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോകുന്നവരായിരിക്കണമെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ മാത്രമല്ല, നാം വചനം മാത്രം കൈക്കൊള്ളുന്നവരാണെങ്കിൽ നാം ഓരോരുത്തരും നമ്മെ തന്നെ വിശുദ്ധമായ ഒരു പാത്രമാക്കി തീർക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ആദ്യം ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നാം അങ്ങനെയുള്ളവരിൽ നിന്നെല്ലാം മാറി നടക്കണമെന്നാണ്. രണ്ടാമതായി ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നാം ഓരോരുത്തരും വിശുദ്ധമായ ഒരു ആയിരിക്കണം എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. നമുക്കറിയാം, ദൈവം വിശുദ്ധനാണ്. അങ്ങനെയായിരിക്കുന്ന ദൈവം, വിശുദ്ധനായിരിക്കുന്ന ദൈവം ആഗ്രഹിക്കുന്നത് നാം ഓരോരുത്തരും വിശുദ്ധരായിരിക്കണം എന്നത് തന്നെയാണ്. അതുകൊണ്ട് വിശുദ്ധി നിലനിർത്തേണ്ടത് നമ്മളുടെ ഓരോരുത്തരുടെയും കർത്തവ്യം തന്നെയാണ്. നാം നോക്കുമ്പോൾ ദൈവം നാം പാപികളായിരുന്ന നമ്മെ ദൈവം നീതീകരിച്ചതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു. ആ നീതീകരിച്ചിരിക്കുന്ന ദൈവം നമ്മെ നീതീകരിച്ചു. ഇപ്പോൾ നമ്മുടെ ഉത്തരവാദിത്തമാണ് നാം നമ്മെ തന്നെ വിശുദ്ധീകരിക്കുക എന്നത്. നമുക്ക് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ നാം ഓരോരുത്തരും ദൈവത്തോട് ഏറ്റുപറയുകയും നാം ഓരോരുത്തരും ഏറ്റുപറഞ്ഞ് ആ ചെയ്ത പ്രവൃത്തിയിൽ നിന്നും മാറി നാം മുന്നോട്ട് നടക്കുന്നവരും ആയിത്തീരണം. അത് മാത്രമല്ല, എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയാലും അത് ദൈവത്തോട് പറഞ്ഞ് നാം ഓരോരുത്തരും നിരപ്പ് പ്രാപിക്കുന്നവരും ആയിരിക്കണമെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. നാം അടുത്തതായിട്ട് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്ന വിശുദ്ധവും ഉടമസ്ഥന് ഉപയോഗവുമായി നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രമായി തീരും. അങ്ങനെ ഉടമസ്ഥന് ഉപയോഗമായ ഒരു പാത്രമായി തീരണം. ദൈവത്തിന്റെ ഓരോ പ്രവർത്തനങ്ങളും ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന ഓരോ ശുശ്രൂഷയും വിശുദ്ധമാണ്. അങ്ങനെയുള്ള ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി ദൈവം വിശുദ്ധരെ മാത്രമേ തിരഞ്ഞെടുക്കുകയുള്ളൂ. കാരണം ദൈവം വിശുദ്ധനാണ്. ദൈവത്തിന്റെ ഓരോ കാര്യപരിപാടികളും വിശുദ്ധമാണ്. അങ്ങനെയായിരിക്കുന്ന വിശുദ്ധമായ ഒരു ശുശ്രൂഷയ്ക്ക് ദൈവം വിശുദ്ധിയോട് ജീവിക്കുന്നവരെ മാത്രമേ വിളിച്ച് വേർതിരിക്കുകയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതായത് പ്രിയ മക്കളെ, നാം ഓരോരുത്തരും ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നാം ഓരോരുത്തരും ദൈവസഭയിലെ പാത്രങ്ങളാണ്. നാം എങ്ങനത്തെ പാത്രമായി തീരണമെന്നത് നാം തന്നെയാണ് തീരുമാനിക്കുന്നത്. നാം ഹീനമായ പാത്രമായി തീരണമോ അതോ മാനപാത്രമായി തീരണമോ എന്ന് നാം തന്നെ നമ്മെ തന്നെ ശോധന ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. നാം എങ്ങനെയുള്ള പാത്രമാണ്, നാം എങ്ങനെയുള്ള പാത്രമായി തീരണമെന്ന് നാം നമ്മെ തന്നെ ശോധന ചെയ്യേണ്ടത് വളരെ അത്യാവശ്യപരമായ കാര്യം തന്നെയാണ്. മാനപാത്രങ്ങൾ എപ്പോഴും ദുരുപദേശങ്ങളെ മറ്റു കാര്യങ്ങളെയും ഈ ലോകത്തിലുള്ളതിനൊക്കെയും വിട്ട് വേർതിരിയുകയും തന്നെത്താൻ വിശുദ്ധീകരിക്കുന്ന പാത്രമായി തീരും. അത് മാത്രമല്ല, ആ പാത്രങ്ങൾ ഉടമസ്ഥന് ഉപയോഗമായ ഒന്നായി തീരും. അതായത് കർത്താവായ യേശുക്രിസ്തുവിന് ഉപയോഗകരമായ ഒന്നായി തീരും. ഒരു വിധേന അല്ലെങ്കിൽ മറ്റൊരു വിധേന ദൈവത്തിന് ഉപയോഗമായ പാത്രമായി തീരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഈ വാക്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ദൈവസന്നിധിയിലെ പാത്രങ്ങളായിരിക്കും നാം ഓരോരുത്തരും ദൈവത്തിന് മാനപാത്രങ്ങളായി തീരണമെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. നാം നമ്മെ തന്നെ വിശുദ്ധീകരിച്ച് ദൈവത്തിന് മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യം തന്നെയാണ്. നാം എപ്പോഴും ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ച് നമ്മെ തന്നെ ദൈവം എന്തേൽപ്പിച്ചാൽ അതെല്ലാം ചെയ്യുവാനുള്ള തയ്യാറായി നാം ഇരിക്കുകയാണെങ്കിൽ ദൈവം നമ്മെ ഉപയോഗിക്കുക തന്നെ ചെയ്യുമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അതിന് ദൈവം നമ്മെ ഓരോരുത്തരും സഹായിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.